കേരളത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ ഇനി മുതൽ ആർട്സ് ആൻഡ് സയൻസ് കോഴ്സുകൾ ഫ്രീ ആണ്. ഇന്ത്യയിൽ തന്നെ +2 ശേഷം ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണ്. ഇത് ശരിക്കും നല്ലൊരു കാര്യമല്ലേ? ആണോ? കേരളം ഒരു കമ്പനിയാണെന്ന് വിചാരിക്കാം. ഓരോ വർഷവും കോമ്പറ്റീറ്റേഴ്സിനേക്കാൾ കൂടുതൽ പ്രൊഡക്ട്സ് ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പറയുന്ന പ്രൊഡക്ട്സിൽ ഭൂരിഭാഗവും കമ്പനിയിൽ തന്നെ കെട്ടിക്കിടക്കുകയാണ്. കമ്പനി വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ് താനും. ഇതിന് പരിഹാരം എന്നോണം പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റി കൂട്ടുകയോ ഡിസ്ട്രിബ്യൂഷൻ കൂട്ടുകയോ ചെയ്യുന്നതിന് പകരം കമ്പനിയുടെ മാനേജർ പുതിയൊരു ആശയമായിട്ട് വരുന്നു. എന്തായാലും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യുന്ന കമ്പനിയായിട്ടോ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയായിട്ടോ അറിയപ്പെടാൻ കഴിയില്ല. പകരം അറിയപ്പെടാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന കമ്പനിയായിട്ട് അറിയപ്പെടാൻ കഴിയും. കെട്ടിക്കിടക്കുന്നതെല്ലാം കെട്ടിക്കിടക്കട്ടെ, ഇനിയും പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് മാനേജർ കമ്പനിയോട് പറയുകയാണ്. എങ്ങനെയുണ്ടാവും? കേരളത്തിന്റെ തൊഴിലില്ലായ്മയ്ക്ക് പ്രധാന കാരണമായിട്ട് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഡിഗ്രി ജോബ് മിസ്മാച്ച് ആണ്. അതായത് കേരളത്തിലെ കോഴ്സുകൾക്ക്, പ്രത്യേകിച്ച് ആർട്സ് കോഴ്സുകൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല. ആൻഡ് ഇതേ കോഴ്സിനെയാണ് വീണ്ടും വീണ്ടും പ്രൊമോട്ട് ചെയ്യുന്നത്. എന്തിന്? ആൻഡ് ഇതിൽ ട്രാപ്പ് ആകുന്നത് ആരാണ്? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഈ കമ്പനി വിജയിക്കുമോ?